അതായത് പള്ളുരുത്തി സെൻറ് റീത്ത സ്കൂളിൽ ഇനിയിപ്പോൾ ഈ കുട്ടി പഠിക്കുന്നില്ല, കുട്ടിയുടെ ടി സി വാങ്ങിച്ച് പോവുകയാണോ അല്ലേ? തീർച്ചയായിട്ടും. എൻ്റെ മകള് ഷാള് ധരിച്ച് സ്കൂളിൽ ചെല്ലുമ്പോൾ ഷാള് ധരിച്ച കന്യാസ്ത്രീ പറയുന്നു, കുട്ടികൾക്ക് ഭീതിയും ഭയവുമാണെന്ന് പറയുന്ന ആ സ്കൂളിൽ എനിക്കിനി വിടാൻ സാധിക്കുകയില്ല. തീർച്ചയായിട്ടും അതുകൊണ്ട് പിന്നെ എൻ്റെ പരാതികൾക്ക് നീതി കേരള സർക്കാരിനോട് ഞാൻ നന്ദി പറയുന്നു. എൻ്റെ മകളെ ഞാൻ വേറെ സ്കൂളിലേക്ക് TC മേടിച്ച് പോകുവാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഈ സംഭവം ഉണ്ടായതിനു ശേഷം ഇപ്പോൾ വിദ്യാഭ്യാസ മന്ത്രി ഇടപെട്ടു, അതുകൂടാതെ വിദ്യാഭ്യാസ ഉപഡയറക്ടറെ റിപ്പോർട്ട് വന്നു. ഇതിനൊക്കെ ശേഷം പിന്നീട് ഈ സ്കൂൾ മാനേജ്മെൻറ്റ് നിങ്ങളുമായിട്ട് ബന്ധപ്പെടുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും എഴുതി തരാൻ ആവശ്യപ്പെടുകയോ ചെയ്തിട്ടുണ്ടോ? ഇതുവരെ ഈ സമയം വരെയായിട്ട് ആ സ്കൂൾ അധികാരികളോ മറ്റു ബന്ധപ്പെട്ട ആളുകളോ എന്നെ വിളിക്കുകയോ ഒരു കാര്യം ചർച്ച ചെയ്യുകയോ ചെയ്തിട്ടില്ല. ഞാൻ സമവായത്തിൽ സ്കൂളുമായിട്ട് എത്തി എന്നൊക്കെ പറഞ്ഞ വാർത്തകൾ ഞാൻ കേൾക്കുന്നുണ്ട്. അതങ്ങനെ അതായത് ഈ അന്ന് സ്കൂൾ പ്രിൻസിപ്പൽ പറഞ്ഞത് ഈ മാതാപിതാക്കൾ കൃത്യമായി ഇത് ഈ ശിരോവസ്ത്രം ധരിക്കാതെ എത്തിക്കോളാമെന്ന് ഉറപ്പ് നൽകിയിരുന്നു. ഒരു രമ്യതയിൽ ഉണ്ടായ ഒരു വിഷയമായിരുന്നു. അത് പിന്നീട് വിദ്യാഭ്യാസ മന്ത്രിയാണ് അത് ഊതി വീർപ്പിച്ചതെന്നാണ് അവർ പറയുന്നത്. അപ്പോൾ എന്തായാലും അങ്ങനെ ഒരു രമ്യത, അങ്ങനത്തെ ഒരു പ്രശ്ന പരിഹാരം ഉണ്ടായിട്ടില്ല. അങ്ങനെ ഒരു അനുരഞ്ജനമായൊരു ശ്രമമോ അല്ലെങ്കിൽ അത്തരത്തിൽ നിങ്ങൾ തമ്മിലൊരു ധാരണയോ ആയിട്ടില്ല അല്ലേ? തീർച്ചയായിട്ടും. ഇതുവരെയായിട്ട് ഈ സമയം വരെയായിട്ട് സ്കൂൾ അധികാരികൾ വിളിക്കുകയോ മറ്റുള്ള കാര്യങ്ങൾ പറയുകയോ ചെയ്തില്ല. ജനപ്രതിനിധികൾ നമ്മുടെ ബഹുമാനപ്പെട്ട ഹൈബീഡനും മറ്റുള്ള ഇതും പറഞ്ഞത് ഒരു വിഷയം, ഒരു തർക്ക വിഷയം ഒഴിവാകാനും ഒരു പ്രശ്നം ഒഴിവാകാനും ഞാൻ സ്കൂളിൽ പോകാമെന്നുള്ള കുട്ടിയെ ഷാള് ധരിക്കാണ്ട് സ്കൂളിൽ വിടാമെന്നുള്ളത് പതിവ് പോലെ വിടാമെന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. അതിനുശേഷം വേണമല്ലോ വിദ്യാഭ്യാസ ഡയറക്ടറിൻ്റെ ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രിയുടെ വിധി വരുന്നത്. എന്നിട്ട് പോലും പിന്നീട് അതിനെതിരെ തർക്കങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. മാനസികമായിട്ട് ഒരുപാട് സംഘർഷത്തിലായിരിക്കുകയാണ് ഞാനും എൻ്റെ കുടുംബവും. എൻ്റെ കുടുംബവും സമൂഹത്തിൽ എന്തോ തെറ്റ് ചെയ്ത പോലെയാണ് ആളുകൾ പറയുന്നത്. അത് വളരെ വിഷമമുണ്ടാക്കി. തീർച്ചയായിട്ടും ഇനി ഇതൊരു പ്രശ്നത്തിലേക്ക് പോകാണ്ടിരിക്കാനും നമ്മുടെ ആ പള്ളുരുത്തി എന്ന് പറഞ്ഞ പ്രദേശം മതസൗഹാർദ്ദത്തോടെ പോകാൻ വേണ്ടിയിട്ട് ഇനി വരുന്ന ഒരു കുട്ടിക്കും ആ സ്കൂളിൽ എനിക്ക് ആ സ്കൂൾ അധികാരികളോട് പറയാനുള്ളത്, ഇനി വരുന്ന ഒരു കുട്ടിക്കും ഇതുപോലെ ഇത്രയും മാനസിക സംഘർഷം ഉണ്ടാക്കുന്ന ഒരു നടപടിയും ആ വിദ്യാർത്ഥിയോടും അതിൻ്റെ രക്ഷാകർത്താക്കളും കാണിക്കരുത്. അതാണ് എനിക്ക് പറയാനുള്ളത്. ഈ കുട്ടിയെ സ്കൂളിൽ നിന്നും പുറത്തു നിർത്തി എന്നൊക്കെ ഒരു വാർത്ത വന്നിരുന്നു. പക്ഷെ അതൊക്കെ പൂർണ്ണമായും നിഷേധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ട്. അതിനോട് എന്താണ് മറുപടി ഉള്ളത്? അത് ഞാൻ പൂർണ്ണമായും നിഷേധിക്കുന്നു. അവിടെ CCTV ഉണ്ട്, കാര്യങ്ങളുണ്ട്, നിങ്ങൾക്ക് പരിശോധിക്കുക. പുറത്ത് നിർത്തി എന്ന് പറയുമ്പോൾ ക്ലാസ്സിന് പുറത്ത് നമ്മുടെ പഠിക്കുന്ന ക്ലാസ് റൂമിലിരിക്കുമ്പോഴല്ല നമുക്ക് ക്ലാസ്സിൽ എന്ന് പറയുന്നത്. അതിനെ എവിടെ നിർത്തിയാലും പുറത്ത് നിർത്തിയെന്നേ നമുക്കത് പ്രയോഗിക്കാൻ പറ്റുള്ളൂ. പുറത്ത് നിർത്തിയിരിക്കുകയായിരുന്നു. ലാസ്റ്റ് വെള്ളിയാഴ്ച ഞാൻ വിളിക്കാൻ പോകുമ്പോൾ എൻ്റെ മകള് സൈക്കിളായിട്ട് വെയിലത്ത് നിൽക്കുന്ന കോമ്പൗണ്ടിൻ്റെ അകത്ത്. അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ കുട്ടി അവിടെ പഠിക്കുന്നില്ല, അവർ TC വാങ്ങിക്കുകയാണല്ലേ? തീർച്ചയായിട്ടും. ഈ TC വാങ്ങിക്കുന്ന കാര്യം സ്കൂൾ മാനേജ്മെന്റ് അറിയിച്ചിട്ടുണ്ടോ? ഇല്ല, ഒന്നും അറിയിച്ചിട്ടില്ല, ഇതുവരെ അറിയിച്ചിട്ടില്ല. ഇവിടെ ഒരു പ്രശ്നം നടക്കാൻ സാധ്യതയുണ്ടെന്ന് ബന്ധപ്പെട്ട അധികാരികളും നമ്മുടെ ബഹുമാനപ്പെട്ട MP MLA എല്ലാവരും വന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ആ ഒരു പ്രശ്നം അത് ഉണ്ടാകരുത്. ഞാൻ കാരണം എൻ്റെ പ്രദേശത്ത് ഒരു പ്രശ്നം ഉണ്ടാകാൻ ആഗ്രഹിച്ചിരുന്നില്ല. അപ്പോൾ എന്തായാലും ഇതിനൊരു സ്കൂളിൻ്റെ പ്രോസ്പെക്ടസിൽ പറയുന്നത് ഇത്തരത്തിൽ ശിരോവസ്ത്രം ധരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു നോക്കാണ് അവർ പറയുന്നത്. അങ്ങനെ പാടില്ല. പക്ഷേ ഈ വിദ്യാഭ്യാസ ഉപഡയറക്ടറുടെ റിപ്പോർട്ടിൽ പറയുന്നത് അങ്ങനെയൊന്നും ഇല്ല. PT പ്രസിഡന്റ് അടക്കം പറഞ്ഞു എന്നും വിദ്യാഭ്യാസ ഉപഡയറക്ടർ ഈ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ഈ പ്രോസ്പെക്ടസിൽ കൃത്യമായിട്ട് അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? നിങ്ങൾ നോക്കിയിരുന്നു? ഞാൻ നോക്കിയിരുന്നു എന്നല്ല, ഞാൻ അവിടെ സ്കൂളിൽ അഡ്മിഷൻ എടുക്കാൻ പോകുമ്പോൾ ഇങ്ങനെയുള്ള ഒരു കാര്യവും പറഞ്ഞിരുന്നില്ല. ഇത് നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ അല്ലെങ്കിൽ ഈ ഫോം എന്നെ കാണിച്ചിരുന്നെങ്കിൽ ഒരു കാരണവശാലും ഞാൻ സ്കൂളിൽ അഡ്മിഷൻ എടുക്കില്ലായിരുന്നു. അതായത് ഇപ്പോൾ കുട്ടിയുടെ TC വാങ്ങിച്ച് അടുത്ത ദിവസം വേറെ സ്ഥലത്ത് ചേർക്കുകയാണ് അല്ലേ? തീർച്ചയായും അത് തന്നെയാണ്. കാരണം ഈ ഒരു വിഷയം എത്രയും പെട്ടെന്ന് പരിഹരിക്കുക, അതൊരു സമൂഹത്തിൽ മോശപ്പെട്ട രീതിയിൽ ചർച്ച ചെയ്യാതിരിക്കുക എന്നുള്ളത് തന്നെയാണ് ഈ ഒരു കുടുംബം ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് സെൻറ് റീത്ത സ്കൂളിൽ നിന്നും ഈ കുട്ടിയുടെ TC വാങ്ങിച്ച് മറ്റൊരു സ്കൂളിലേക്ക് ചേർക്കാനുള്ള തീരുമാനമാണ് ഇപ്പോൾ ഇവർ എടുത്തിരിക്കുന്നത്. സംസാരിക്കുകയായിരുന്നു. സ്വാഭാവികമായിട്ടും
ആ കുട്ടി ഇത്രയും വലിയ പ്രശ്നങ്ങൾ, ഒരുപാട് മാനസിക പ്രശ്നങ്ങളിലൂടെയൊക്കെ ഇതിന്റെ പേരിൽ കടന്നു പോകേണ്ടതുണ്ട്. സ്കൂളിൽ എങ്ങനെ തുടരുമെന്ന ചോദ്യം ആ കുട്ടിക്കുണ്ടാവും. തീർച്ചയായിട്ടും. ഒരു FB പോസ്റ്റ് ഇട്ടിട്ടുണ്ട് ഈ അനസ് ഒരു അല്പനിമിഷം മുൻപ്. എന്നാൽ സ്കൂളിൽ തുടരാൻ ആഗ്രഹിക്കുന്നില്ല, കേസ് മേടിച്ച് പോവുകയാണ്. അപ്പൊ അവരുടെ തീരുമാനമാണ് ഇപ്പോൾ പറയുന്നത്. പ്രത്യേകിച്ച് ഇതുമായി ബന്ധപ്പെട്ട വലിയ ചർച്ചകളും വിവാദങ്ങളും ഒക്കെ നടന്ന ശേഷമാണ് ആ സ്കൂളിലെ ഇപ്പൊ ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് ആ രക്ഷിതാവ് എത്തിയിരിക്കുന്നത്. അപ്പൊ അതിന്റെ വിശദാംശങ്ങൾ കൂടെ നമുക്കൊന്ന് തേടേണ്ടതുണ്ട്. സിബി ജോസഫ് കൊച്ചിയിൽ നിന്നും. സിബി,